A+Tube സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലായാലും നമ്മുടെ കെട്ടിടങ്ങൾക്ക്, അത് വീടിനായാലും മറ്റ് കെട്ടിടങ്ങൾക്കായാലും വസ്തുനികുതി അടയ്ക്കാറുണ്ട്. ഇത് വസ്തുനികുതി എന്നാണ് ഔദ്യോഗികമായി പറയുന്നത് എങ്കിലും ഇത് കെട്ടിട നികുതിയാണ്, ഇത് വീട്ട് നികുതിയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഈ കെട്ടിട നികുതി സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ ഉത്തരവാണ് ഓംബുഡ്സ്മാൻ്റേത്. ഓംബുഡ്സ്മാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ തക്കതായ ഒരു കാരണവും ഉണ്ടായി. ഇതനുസരിച്ച് വന്നിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആദ്യം അറിയേണ്ടത്, നമ്മുടെ കെട്ടിട നികുതി അല്ലെങ്കിൽ വീട്ട് നികുതി പുതുക്കി നിശ്ചയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം, അതായത് 2023 മാർച്ച് 22 കേരള സർക്കാർ ഒരു പുതിയ ഉത്തരവ് ഇറക്കി. അത് പ്രകാരം 2023-24 സാമ്പത്തിക വർഷം മുതൽ ഓരോ വർഷവും തൊട്ട് മുൻവർഷത്തെ നികുതിയേക്കാൾ 5% വീതം വർധനവ് വരുത്താനായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം. ഓരോ വർഷവും 5% വീതം 5 വർഷത്തേക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു നിർദ്ദേശം. 20% വർധനവ് ഒറ്റയിടയ്ക്ക് വരുത്തുന്നതിന് പകരം ഓരോ വർഷവും 5% വർധനവ് എന്നുള്ളതായിരുന്നു സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് വീടുകളുടെ ഏറ്റവും കുറഞ്ഞ നികുതി നിരക്ക് ചതുരശ്ര മീറ്ററിന്, പ്രത്യേകം ഓർക്കുക, ചതുരശ്ര മീറ്ററിന്, സ്ക്വയർ മീറ്ററിന് 6 രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. നികുതി നിരക്കിൽ 5% വർധനവ് ഓരോ വർഷവും വരുമ്പോൾ ഈ തുക 6 രൂപ 3 പൈസയാകും, 6.3 രൂപയാകും. ഈ പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരം ഇത് പൂർണ്ണ സംഖ്യയിലാണ് ഈ തുക ക്രമപ്പെടുത്താൻ ഉള്ളത്. അങ്ങനെ 6.3 രൂപ പൂർണ്ണസംഖ്യയിൽ ക്രമപ്പെടുത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് 7 രൂപയാകും. ഇങ്ങനെ നികുതി നിരക്ക് ക്രമീകരിക്കാൻ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറപ്പ് പഞ്ചായത്തുകാർ തയ്യാറായില്ല. അത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ എതിർപ്പ് മന്ത്രി കടന്നുകൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. തുടർന്ന് വിഷയം സർക്കാർ തന്നെ ഓംബുഡ്സ്മാൻ്റെ പരിഗണനയ്ക്ക് കൊണ്ടുവന്നു. നികുതി നിരക്കിൽ വർധനവ് വരുത്തിയാൽ വർധനവ് 16.25% മാറുമെന്ന്, അതായത് 16.25% മാറുമെന്ന് ഓംബുഡ്സ്മാൻ വിലയിരുത്തുകയുണ്ടായി. 500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന് നിലവിൽ 300 രൂപയാണ് നികുതിയെങ്കിൽ പുതിയ തരത്തിലുള്ള നിരക്ക് വർധനവ് വരുത്തിയാൽ അത് 350 രൂപയായി മാറും എന്ന് ഓംബുഡ്സ്മാൻ കണ്ടെത്തി. നിലവിലെ നികുതിയിലാണ് വർധനവ് എങ്കിൽ 315 രൂപ മാത്രമാണ് ആവുക. വീട്ട് നികുതി നിലവിലുള്ളത് 300 രൂപയാണെങ്കിൽ ഈ നികുതി വർദ്ധിക്കുന്നതോടെ അത് 315 രൂപ മാത്രമാകും. അതായത് നികുതിയാണ് വർദ്ധിക്കുക, നികുതി നിരക്കല്ല അതനുസരിച്ച് വർദ്ധിക്കുക. നികുതി നിരക്കിൽ വർധനവ് വരുത്താൻ അനുമതി നൽകിയിട്ടില്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തത വരുത്തണം എന്ന് തന്നെയാണ് ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ രേഖാമൂലം തന്നെ ഓംബുഡ്സ്മാനോട് അറിയിച്ചിട്ടും ഉണ്ട്. വർഷം തോറും കെട്ടിട നികുതി കൂട്ടാൻ അനുമതി നൽകുന്ന സർക്കാർ ഉത്തരവിൻ്റെ മറവിലാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും നികുതി നിരക്കിൽ വർധനവ് വരുത്തിയത്.
കെട്ടിട നികുതിയാണ് കൂട്ടേണ്ടത്, അല്ലാതെ കെട്ടിട നികുതി നിരക്കിലല്ല വർധനവ് വരുത്തേണ്ടത് എന്നുള്ളതാണ് ഓംബുഡ്സ്മാൻ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അല്ലാതെയുള്ള നീക്കമാണ് ഓംബുഡ്സ്മാൻ തടഞ്ഞിട്ടുള്ളത്. നികുതി നിരക്കിനു പകരം നികുതിയിൽ വർധനവ് വരുത്താനാണ് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PS ഗോപിനാഥൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. ഇനി ഏതെങ്കിലും തദ്ദേശ സ്ഥാപനം നികുതി നിരക്കിൽ വർധനവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തണമെന്നും അധികമായി ഈടാക്കിയിട്ടുള്ള നികുതി അടുത്ത വർഷത്തെ നികുതിയിൽ കുറയ്ക്കണമെന്നും ഓംബുഡ്സ്മാൻ്റെ ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ നികുതി നിരക്കിൽ തന്നെ വർധനവ് വരുത്താനുള്ള തീരുമാനം താൽക്കാലികമായി തടയപ്പെട്ടു എന്നുള്ളതാണ്. മറിച്ച് ഒരു വീട്ടിൻ്റെ നികുതിയിലാണ് 5% വർധനവ് വരുത്താൻ ഉള്ളത് എന്നുള്ളതാണ് ഓംബുഡ്സ്മാൻ പറയുന്നതും ഓംബുഡ്സ്മാൻ്റെ നിഗമനവും. അത് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഒരു പുതിയ ഉത്തരവ് സർക്കാരിൻ്റേതായി, അതായത് എക്സിക്യൂട്ടീവ് തല ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. അത് ഉടനെ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇറങ്ങുന്ന ഉത്തരവിലെ വ്യക്തതയനുസരിച്ച് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തും എന്നാണ് പ്രതീക്ഷ. പുതിയ സർക്കാർ ഉത്തരവ് ഇത് പ്രകാരം ഇറങ്ങുന്ന മുറയ്ക്ക് ഈ ചാനലിൽ അത് ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടിരിക്കുന്ന നികുതി നിരക്കിലെ വ്യക്തത വരുന്നതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൽക്കാലം ഈ നികുതി വർധനവിൻ്റെ കാര്യത്തിൽ ഒരു വേഗത കൂട്ടാനും സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുന്നു. നന്ദി.